ബംഗ്ലാദേശിൽ നിന്ന് കേൾക്കുന്നത് അത്ര നല്ല വാർത്തയല്ല. ഹരേകൃഷ്ണ പ്രസ്ഥാനം ഇസ്കോണിൻ്റെ സന്യാസി ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്കിടയിൽ വലിയ സ്വാധീനമുള്ള ചിന്മയ കൃഷ്ണദാസ് എന്ന ബ്രഹ്മചാരിയെ അറസ്റ്റ് ചെയ്തു. അദ്ദേഹം ധാക്കയിൽ നിന്ന് ചിറ്റഗോങ്ങിലേക്ക് പോകാനായി എയർപോർട്ടിൽ നിൽക്കുമ്പോഴാണ് അറസ്റ്റ് ചെയ്തത്. അവിടെ ബംഗ്ലാദേശി ദേശീയ പതാകയെ ഇദ്ദേഹം അപമാനിച്ചു എന്ന് പറഞ്ഞ് കേസെടുത്ത് ജയിലിലടച്ചു. ഇന്ത്യ പ്രതിഷേധിച്ചു. ബംഗ്ലാദേശിൻ്റെ ഉടനെയുള്ള പ്രതികരണം ഞങ്ങളുടെ ആഭ്യന്തര കാര്യമാണ്, ഇടപെടാൻ വരേണ്ടതാണ്. ഞാൻ ആലോചിക്കുകയാണ്, ഈ ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യം തന്നെ ഉണ്ടായത് ഇന്ത്യ ഇടപെട്ടിട്ടാണ്. 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം. ബംഗ്ലാദേശികളോട് അങ്ങേയറ്റം നീചമായി പെരുമാറുന്ന കിഴക്കൻ പാകിസ്ഥാനായിരുന്നല്ലോ. പാകിസ്ഥാൻ ഭരണകൂടത്തിനെതിരെ അവിടെ ജനങ്ങൾ സംഘടിച്ച് മുജീബ് റഹ്മാൻ്റെ നേതൃത്വത്തിൽ സമരം നടത്തിയപ്പോൾ ഇന്ത്യ സഹായിച്ചു. മുക്തിവാഹിനി എന്ന പേരിലുള്ള അവരുടെ സേനയ്ക്കൊപ്പം ഇന്ത്യൻ പട്ടാളക്കാരും ചേർന്നാണ് ബംഗ്ലാദേശിൻ്റെ മോചനം സാധ്യമാക്കി കൊടുത്തത്. 3900 ഇന്ത്യൻ ഭടന്മാരാണ് അന്ന് കൊല്ലപ്പെട്ടത്. നമ്മൾ 90,000 പാകിസ്ഥാനികളെ, പാകിസ്ഥാൻ ഭടന്മാരെ നമ്മൾ തടവുകാരായി പിടിച്ചിരുന്നു. അവരെയൊക്കെ വിട്ടയച്ചു. അപ്പോൾ ഞാൻ ആലോചിക്കുന്നത്, വേണമെങ്കിൽ ഇന്ത്യക്കെന്ന് വേണമെങ്കിൽ അനായാസം കിഴക്കൻ പാകിസ്ഥാനെ ഇന്ത്യയുടെ ഭാഗമാക്കാമായിരുന്നു. അതിനുശേഷം ഇന്ത്യ ചെലവും കൊടുത്ത് പണം, ഭക്ഷണ വസ്തുക്കൾ, മരുന്ന്, ഇപ്പോൾ വൈദ്യുതി പോലും ഇന്ത്യൻ കമ്പനികളിൽ നിന്നാണ് കിട്ടുന്നത്. അങ്ങനെ ഇന്ത്യയെ ആശ്രയിച്ച് ജീവിച്ച ഒരു നാടാണ് ബംഗ്ലാദേശ്. അവരാണ് നിർദാക്ഷിണ്യം ഇന്ത്യ വിരുദ്ധമായ നടപടികൾ നിരന്തരം തുടരുകയും അവിടുത്തെ ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും സിഖുകാരെയും കൂട്ടക്കൊല ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഇരയാണ് ഒരു സന്യാസി, ചിന്മോയ് കൃഷ്ണദാസ് എന്ന് പറഞ്ഞ സന്യാസി. വലിയ സ്വാധീനമുള്ള ആളാണ്. അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ കഴിഞ്ഞ പ്രളയകാലത്ത് അദ്ദേഹം ആയിരക്കണക്കിന് വീടുകൾ നിർമ്മിച്ചു കൊടുത്തു. ഒരുപാട് ആളുകളെ സഹായിച്ചു. അതിൻ്റെ ചിത്രങ്ങളൊക്കെ ഉണ്ട്. ദുരിതാശ്വാസ പ്രവർത്തനം, ചിന്മോയ് കൃഷ്ണദാസിൻ്റെ ആശ്രമത്തിൽ നിന്ന് വസ്ത്രങ്ങൾ കൊടുക്കുന്നു, ഭക്ഷ്യവസ്തുക്കൾ കൊടുക്കുന്നു, പണം കൊടുക്കുന്നു, വീട് വെച്ച് കൊടുക്കുന്നു. എന്തിന്? അവർക്ക് നിസ്കരിക്കാനും നോമ്പ് തുറക്കാനും വരെയുള്ള സൗകര്യങ്ങൾ കൃഷ്ണദാസിൻ്റെ ഇസ്കോൺ ആശ്രമങ്ങളിലാണ് ചെയ്തത്. അങ്ങനെ ഉള്ള ഒരു സന്യാസി ശ്രേഷ്ഠനെ പിടിച്ചു വെച്ചിട്ട് ഇപ്പോൾ പറയുകയാണ് ഭീകരവാദിയാണ്, ഹിന്ദു ഭീകരവാദിയാണെന്ന് പറയുന്നത്. എന്നിട്ട് അവിടെ സമരം ചെയ്ത കുറേ ജമാഅത്തെ ഇസ്ലാമിയുടെ ചാവേറായ കുറേ വിദ്യാർത്ഥികളുണ്ടല്ലോ, അവർ പറയുന്നത് ഹസീനയുടെ ഏജൻ്റാണ്, അദ്ദേഹത്തെ ഇനി തൂക്കിക്കൊല്ലുമായിരിക്കും. സാധ്യതയുണ്ട്. കാരണം നമ്മൾ ബംഗ്ലാദേശിനെ സഹായിച്ചു. നമ്മുടെ സഹായം കൊണ്ടാണ് ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യം ഉണ്ടായത്. അതൊക്കെ ശരിയാണ്. പക്ഷേ ഈ ബംഗ്ലാദേശ് സ്ഥാപിക്കാനായിട്ട് ശ്രമിക്കുന്നതിനിടയിൽ അല്ലെങ്കിൽ ബംഗ്ലാദേശിൻ്റെ വേണ്ടിയിട്ട് ഈ മുക്തി ബാഹിനി ഉണ്ടായിരുന്നു. ഈ മുക്തി ബാഹിനി ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് അതിന് എതിരെ നിലകൊണ്ട ആൾക്കാരാണ് ജമാഅത്ത് ഇസ്ലാമി. അവർക്ക് പാകിസ്ഥാനോട് കൂറുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെയാണ് ഇപ്പോൾ മുൻപന്തിയിൽ. അതുകൊണ്ടാണ് അവർ പാകിസ്ഥാൻ്റെ രാഷ്ട്രപിതാവായിരുന്ന മുജീബ് റഹ്മാൻ്റെ പ്രതിമകൾ തകർക്കുകയും ഒക്കെ ചെയ്തത്. കാരണം പാകിസ്ഥാനെ വെട്ടിമുറിച്ചത് ജമാഅത്തെ ഇസ്ലാമിക്കും ഇപ്പോഴത്തെ സർക്കാരിനും ഇഷ്ടപ്പെട്ടതല്ല. വേണമെങ്കിൽ അവർക്ക് പാകിസ്ഥാനോട് ചേരാൻ ഇനിയും തയ്യാറായേക്കാം. ഇനിയും തയ്യാറായി കഴിഞ്ഞാൽ അത്ഭുതപ്പെടാനില്ല. അപ്പോൾ അതാണ് സാഹചര്യം. അപ്പോൾ നമ്മൾ പണ്ട് മുക്തിബാഹിനിനെ സഹായിച്ചല്ലോ, അല്ലെങ്കിൽ ബംഗ്ലാദേശിനെ. എൻ്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അച്ഛൻ പട്ടാളക്കാരനായിരുന്നു. ഞാൻ പറഞ്ഞു, അച്ഛൻ ഈ വാറിൽ പങ്കെടുത്ത ആളാണ്. അതായത് ഇന്ത്യൻ പട്ടാളക്കാർ കള്ളിമുണ്ടും ബനിയനും ധരിച്ച് ആ സിവിൽ വേഷത്തിൽ ഇന്ത്യൻ പട്ടാളക്കാരാണ് മുക്തിബാഹിനിയുടെ ഒപ്പം നിന്ന് പോരാടിയത്. മുക്തിബാഹിനിയിൽ നല്ല ശതമാനം ഇന്ത്യൻ പട്ടാളക്കാരായിരുന്നു അത്രേ. അതെ. അതിൻ്റെ പേരിൽ ഇന്ത്യയോട് നന്ദി ഉണ്ടായിരുന്ന കാര്യമൊക്കെ ഇനി എനിക്ക് തോന്നുന്നു പഴങ്കഥയായിട്ട് മാറുന്നതാണ്. ഓഫ് കോഴ്സ് മുജിബുർ റഹ്മാനും ഷേഖ് ഹസീനയൊക്കെ ഉള്ള കാലത്ത് അവർക്ക് ഇന്ത്യയോട് താല്പര്യമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഉള്ള ഗവൺമെൻറ്റിന് യാതൊരു താല്പര്യം ഉണ്ടാവില്ല. ഇപ്പോൾ അതൊരു ഫണ്ടമെൻ്റലിസ്റ്റ് ആ ലൈനിലേക്കാണ് കാര്യങ്ങൾ അവിടെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഒരു സെക്യുലറായിട്ട് ബാക്കി മതങ്ങളോട് എന്തെങ്കിലും ബഹുമാനം പ്രകടിപ്പിക്കണമെന്നൊക്കെ ബംഗ്ലാദേശിൽ നിന്ന് പ്രതീക്ഷിച്ചിട്ട് കാര്യം ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇപ്പോൾ ഈ പറയുന്ന ചിന്മോയ് കൃഷ്ണദാസ് ബ്രഹ്മചാരിയെ പറ്റി അവർക്കുള്ള ആരോപണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാൽഡിഗി എന്ന് പറഞ്ഞിട്ടൊരു ഗ്രാമം, അതായത് ചത്തോഗ്രാമിലുള്ള ആ ഗ്രാമത്തിൽ എന്തോ ഹിന്ദു സമ്മേളനം നടന്നു കഴിഞ്ഞപ്പോൾ കൊടി ഉയർത്തി അങ്ങനെ അവരുടെ നാഷണൽ ഫ്ലാഗിനെ ഡിസോണർ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടാണ് പ്രശ്നങ്ങളുണ്ടായത്. പിന്നെ ഹിന്ദു സമ്മേളനത്തിന് കാവിക്കൊടി അല്ലാതെ പിന്നെ എന്ത് നീല പച്ചക്കൊടിയാണ്. അതെ. അപ്പോൾ അതാണ് പ്രശ്നം. ചിലപ്പോൾ പച്ചക്കൊടിയായിരിക്കും അവർ പ്രതീക്ഷിക്കുന്നത്. കാരണം അഫ്ഗാനിസ്ഥാനിൽ ടുവേഴ്സ് ദി എൻഡ് ഓഫ് മറ്റേ റഷ്യൻ ഭരണമൊക്കെ ഉണ്ടായിരുന്നല്ലോ. കുറേ കഴിഞ്ഞപ്പോൾ അഫ്ഗാനിസ്ഥാനിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഫ്ലാഗിൽ പച്ച നിറം ചേർത്തായിരുന്നു. പച്ച ചെങ്കൊടിയാക്കി. അപ്പോൾ അതേപോലെ ഇവിടെയും ബംഗ്ലാദേശിലും അവർ ആഗ്രഹിക്കുന്നത് പച്ച കാവിക്കൊടിയായിരിക്കാം. എന്തായാലും അദ്ദേഹത്തെ അതിൻ്റെ പേരിൽ അവിടെ നാഷണൽ ഫ്ലാഗിനെ ആക്ഷേപിച്ചു എന്നുള്ള പേരിൽ അദ്ദേഹം
അവിടെ നിന്നും പോകാനായിട്ട് എയർപോർട്ടിലെത്തി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു, അദ്ദേഹത്തെ പിടികൂടി. പക്ഷെ അതോടുകൂടി വലിയ വയലൻസ് ഉണ്ടായി. ആയിരക്കണക്കിന് ജനം തെരുവിലിറങ്ങി, ആ വാഹനം തടഞ്ഞു വെച്ചു, ലാത്തിച്ചാർജ് നടന്നു, വെടിവെപ്പ് നടന്നു. അത് അക്കൂട്ടത്തിൽ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ സൈഫുൾ ഇസ്ലാം എന്ന് പറയുന്ന ഒരു വ്യക്തിയും കൊല്ലപ്പെട്ടു. അപ്പോൾ അതിൻ്റെയൊക്കെ പേരിൽ ഇനിയിപ്പോൾ അവിടെ ഹിന്ദു ക്രിസ്ത്യൻ ബുദ്ധിസ്റ്റ് യൂണിറ്റി കൗൺസിൽ എന്ന് പറഞ്ഞൊരു, അതെ, ഈ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ബുദ്ധമതക്കാരും സിഖുകാരും എല്ലാം ചേർന്ന് ഒരു മൂവ്മെന്റ്, ഒറ്റ സംഘടനയുണ്ട്. അവർ പറഞ്ഞിട്ടുണ്ട് ഉടനെ മോചിപ്പിക്കണം എന്നും പറഞ്ഞാൽ അവർ മാത്രമല്ല ഈ അന്താരാഷ്ട്ര സമൂഹം ഇതിൽ സഹകരിക്കണം, ഇദ്ദേഹത്തെ മോചിപ്പിക്കണം എന്നൊക്കെ ട്രംപൊക്കെ ഇടപെട്ടിട്ടുണ്ടല്ലോ. ട്രംപ് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അവിടുത്തെ ജനസംഖ്യ 16,51,00,000 പേരാണ് ബംഗ്ലാദേശിലെ ജനസംഖ്യ. അതിൽ ഹിന്ദുക്കൾ 1,31,00,000 പേരുണ്ട്. ബംഗ്ലാദേശിൽ ഇപ്പോൾ ഈ 1,31,00,000 കണക്ക് ഇപ്പോൾ, പക്ഷേ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഉണ്ടായിരുന്ന ഹിന്ദുക്കളും ഇപ്പോഴുള്ള ഹിന്ദുക്കളും തമ്മിൽ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഹിന്ദുക്കളുടെ മാത്രമല്ല മൊത്തത്തിൽ മൈനോറിറ്റീസ് അല്ല, ഹിന്ദുക്കൾ അത്രേ ഉള്ളൂ. ബാക്കി ക്രിസ്ത്യൻസും സിഖുകാരൊക്കെ ക്രിസ്ത്യൻസ് വളരെ നോമിനലായിരിക്കും. ഉണ്ടോ എന്ന് ദൈവം കണ്ട്. പക്ഷേ ഈ മൂവ്മെന്റിൽ ക്രിസ്ത്യൻ സംഘടനകളുണ്ട്, കുറച്ചുണ്ട്. അപ്പോൾ അവിടെ എങ്ങനെയാലും നമ്പറും പെർസെൻറ്റേജ് ഞാൻ പെട്ടെന്ന് ആലോചിക്കുന്നത്. അപ്പോൾ അവിടെ ബംഗ്ലാദേശിലെ ഇസ്ലാമിക ഭരണകൂടത്തിനെതിരെ ഒന്നിച്ച് ഒരു സംഘടന ഉണ്ടാക്കി സമരം ചെയ്യുകയാണ് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും. അപ്പോൾ ഇസ്ലാമിക ഭൂരിപക്ഷം വന്ന ഹിന്ദുവും ക്രിസ്ത്യാനിയും ഒന്നിച്ച് നിന്നാലേ ജീവിക്കാനെങ്കിലും പറ്റുള്ളൂ, മൃഗങ്ങളെ പോലെയാണെങ്കിലും. അതേപോലെ പാകിസ്ഥാനിലാണെങ്കിലും ഈ പറഞ്ഞ കമ്മ്യൂണിറ്റീസിൻ്റെ ഒക്കെ പോപ്പുലേഷൻ്റെ പെർസെൻറ്റേജ് നോക്കി കഴിഞ്ഞാൽ വളരെയധികം കുറഞ്ഞു പോയല്ലോ. അതാണ് സാഹചര്യം. അപ്പോൾ അവിടെ ഇവർ ഒക്കെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തെ വിട്ടയക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ബംഗ്ലാദേശിലെ സ്റ്റുഡൻസിൻ്റെ ഒരു സമരമായിട്ടാണല്ലോ ഇത്, ആ മൂടുപടം ഇട്ടിട്ടാണല്ലോ വന്നത്. ആ സമരത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഉണ്ടല്ലോ, ഈ ഡാക്കയിൽ 1,000-2,000 വിദ്യാർത്ഥികൾ ഇറങ്ങുന്നു സമരത്തിന്. ഇവർ വന്നിട്ട് കലാപം ഉണ്ടാക്കുന്നു. എന്നിട്ട് ഇവർ പ്രസിഡന്റിൻ്റെ വീട്ടിൽ പ്രധാനമന്ത്രിയുടെ വീട് പിടിച്ചെടുക്കുന്നു, എന്നിട്ട് ഭരണം പിടിച്ചെന്ന് പറയുന്നത്. ബംഗ്ലാദേശിൽ 16,51,00,000 ജനങ്ങളുണ്ട്. അവരുടെ ജനവിധിയാണ് ഹസീന ഭരണകൂടം ഭരണമെന്ന് പറയുന്നത്. അതിന് 2,000 വിദ്യാർത്ഥികൾ കലാപകാരികൾ അട്ടിമറിച്ചു എന്ന് പറയുമ്പോൾ അതെന്ത് ജനാധിപത്യമാണ്? ഒരുപക്ഷെ ജനങ്ങൾ ഇത് ആഗ്രഹിക്കുന്നുണ്ടാവില്ല. അത് അവിടത്തേക്ക് രീതി അതാണല്ലോ, അതാണ് പ്രശ്നം. ഇപ്പോൾ ഇങ്ങനെയല്ലേ ഇപ്പോൾ നമ്മുടെ ഇറാനിൽ പണ്ട് പാർസികളുടെ പാർസി രാജാവ് ഉണ്ടായിരുന്ന സ്ഥലമല്ലേ, അവിടത്തേക്ക് പാർസികൾക്ക് എന്താ സംഭവിച്ചത് അതൊക്കെ തന്നെയാണ് ഇപ്പോൾ ഇവിടെ. ബംഗ്ലാദേശിൽ ഈ ഷേഖ് ഹസീന കുറച്ച് സെക്യുലർ വാല്യൂസൊക്കെ അപ്ഹോൾഡ് ചെയ്യുന്നൊരു പാർട്ടിയായിരുന്നു. അപ്പോൾ അവർക്കെതിരെ തിരിഞ്ഞു. ജമാഅത്തെ ഇസ്ലാമിയൊക്കെ ഈ വിദ്യാർത്ഥികളുടെ കൂടെ കൂടി റോട്ടിൽ തിങ്ങി നിറഞ്ഞു. വേറെ പോലീസിന് പോലും അങ്ങോട്ട് പ്രവേശിക്കാൻ പറ്റില്ല. പോലീസുകാരും ദേവർ ഫീലിംഗ് ഇൻസെക്യൂർ. അവർ കുറേ പേര് കൊല്ലപ്പെട്ടായിരുന്നു എന്ന് തോന്നുന്നു. പിന്നെ പട്ടാളത്തിനോട് സഹായിക്കാമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ആയിരുന്നു അവിടുത്തെ രീതി. അപ്പോൾ ഇപ്പോൾ വിദ്യാർത്ഥി യൂണിയൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ ഇദ്ദേഹത്തിൻ്റെ സോണാലി എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഇസ്കോൺ ക്ഷേത്രമുണ്ട്. അവിടെ ഈ ചിന്മയ് കൃഷ്ണദാസ് ബ്രഹ്മചാരിയുടെ നേതൃത്വത്തിലുള്ളത്, അത് 24 മണിക്കൂറിനുള്ളിൽ പൂട്ടണം. പിന്നെ വേറെ 65 ഇസ്കോൺ ക്ഷേത്രങ്ങൾ വേറെ ഉണ്ട്, അതും പൂട്ടണം. പക്ഷേ ഈ സോണാലിയിലുള്ള ഇസ്കോൺ ക്ഷേത്രം 24 മണിക്കൂറിനുള്ളിൽ പൂട്ടണം എന്ന് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. പിന്നെ അക്രമങ്ങളെ പറ്റി നമ്മുടെ മുഹമ്മദ് യൂനുസ് അപലപിച്ചിട്ടുണ്ട്. രാജ്യദ്രോഹ കുറ്റമാണ് ചിന്മയ് കൃഷ്ണദാസ് ബ്രഹ്മചാരിക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. രാജ്യദ്രോഹ കുറ്റത്തിലുള്ള ശിക്ഷ വധശിക്ഷയാണ്. അപ്പോൾ വധശിക്ഷ പ്രതീക്ഷിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് അവിടുത്തെ. പക്ഷേ എനിക്ക് തോന്നുന്നില്ല അത് അത്ര എളുപ്പമായിരിക്കും. കാരണം ഇസ്കോൺ എന്ന് പറഞ്ഞ ഒരു അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കുന്ന വലിയ സ്വാധീനമുണ്ട്. പല രാജ്യങ്ങളിൽ സ്വാധീനമുള്ള സംഘടനയാണ്. മാത്രമല്ല ഇതിലൊക്കെ ട്രംപ് ഇടപെടും. അതെ, പിന്നെ അവിടുത്തെ ഇന്റലിജൻസ് സർവീസസിന്റെ ഒക്കെ ചീഫായിട്ടുള്ള തുളസി ഗബ്ബാർഡ് എന്ന് പറയുന്ന സ്ത്രീയുണ്ട്. അവർ പണ്ട് തൊട്ടേ ഈ ബംഗ്ലാദേശിലെ കാര്യം പറയുന്ന ആളാണ്. അവരൊക്കെ ഇടപെടാതിരിക്കും. അല്ല, ഇന്ത്യക്ക് ഇടപെടാതിരിക്കാൻ പറ്റില്ല. ഇന്ത്യ ഗവൺമെന്റിലും വലിയ സ്വാധീനം ചെലുത്താൻ ഇസ്കോണിന് കഴിയും. ഹരേകൃഷ്ണ പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ ഒരു എലീറ്റ് ഗ്രൂപ്പാണ്, ഹിന്ദു എലീറ്റ് ഗ്രൂപ്പ് എന്ന് വേണം പറയാം. ഒരു സെപ്പറേറ്റ് ഒരു ഹിന്ദുവിലെ വൈഷ്ണവ വിശ്വാസത്തിൽ കൃഷ്ണ ഭക്തിയിലുള്ള ഒരു പ്രത്യേക മതം പോലെയുള്ള ഒരു ഭാവമൊക്കെ ഇവർക്ക് ഉണ്ടെങ്കിൽ പോലും അത് ഹിന്ദു സംഘടന തന്നെയാണ്, ഹിന്ദു സന്യാസിമാർ തന്നെയാണ്. അവർക്ക് ഇന്ത്യൻ സർക്കാരിലും വലിയ സ്വാധീനമുണ്ട്. അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ട്രംപിൻ്റെ വരവിന് ശേഷം ഇന്ത്യ ഒരുപക്ഷെ ബംഗ്ലാദേശിൽ കുറെ കൂടെ കാര്യമായ ചില ഇടപെടലുകൾ നടത്തിയേക്കും. അങ്ങനത്തെ ടെൻഷനൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പിന്നെ ഇപ്പോൾ ഇവർക്ക് ഇതൊക്കെ ഒരു ഭംഗി വാക്കാണ് ഈ രാജ്യദ്രോഹം എന്നൊക്കെ പറയണല്ലോ. വേറെ അവരുടെ ഹിന്ദുക്കളുടെ മീറ്റിംഗ് നടക്കുന്നു, അവരുടെ കാവ്യ പതാക അതുകൊണ്ട് കുറ്റമൊന്നും പറയാനില്ല.
ഇപ്പോൾ പാകിസ്ഥാനിലാണെങ്കിൽ അവർക്ക് വളരെ സൗകര്യമുള്ളൊരു ടേമുണ്ട്, അത് ബ്ലാസ്ഫെമി എന്നുള്ളതാണ്. ബ്ലാസ്ഫെമി ലോ ഉണ്ടല്ലോ, ആരോണെങ്കിലും പിടിച്ച് എന്താണെങ്കിലും കാണിക്കാൻ തൂക്കിക്കൊല്ലുന്നതിനും കുഴപ്പമില്ല. അപ്പോൾ അതേപോലെ ബംഗ്ലാദേശിൽ അവനവൻ്റെ കാര്യം സാധിക്കാൻ ഇങ്ങനെ ചില പ്രയോഗങ്ങളുണ്ടായിരിക്കാം. പക്ഷേ ഏതായാലും ചിന്മയ് കൃഷ്ണദാസ് ബ്രഹ്മചാരിയെ അറസ്റ്റ് ചെയ്ത് ഇങ്ങനെയുള്ള ഒരു കടുത്ത കിരാതമായ ശിക്ഷാ നടപടിക്ക് വിധേയമാക്കാനാണ് ബംഗ്ലാദേശ് തീരുമാനിക്കുന്നതെങ്കിൽ ബംഗ്ലാദേശിന് വലിയ വില കൊടുക്കേണ്ടി വരും. അതെ അതെ, വലിയ വില കൊടുക്കേണ്ടി വരും. അതാണ് സാഹചര്യം. ഏതായാലും ഒരു ഇസ്ലാമിക മതമൗലികവാദികൾ അധികാരത്തിൽ വന്നാൽ ഒരു രാജ്യം അവിടുത്തെ ന്യൂനപക്ഷങ്ങളോട് എങ്ങനെ പെരുമാറും എന്നതിൻ്റെ ക്ലാസിക് ഉദാഹരണമാണ് ബംഗ്ലാദേശിലേക്ക്. ഇന്ത്യയിൽ മുസ്ലിം ഭരണം വന്നാൽ എന്താ കുഴപ്പം എന്ന് ചോദിക്കുന്ന ആളുകൾക്കുള്ള ഉത്തരം ബംഗ്ലാദേശിലുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.